അടിപൊളി ആവേശം. പകതാണ് പൊളിച്ചത്. പിന്നെ സൈൻചാട്ടൻ കിടില. അതിനകത്ത് കോമഡി എല്ലാം വർക്കൗട്ടായി. ഫുൾ ടൈം ഈ പടം ഡ്യൂറേഷൻ മൊത്തം നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടമാണ്. നൈസ് പടം കേട്ടാ. ബീജൊക്കെ അടിപൊളി. പടം മൊത്തത്തിൽ അടിപൊളിയാണ്. വിഷു രംഗണ്ണനുള്ള തന്നെ. തിയേറ്റർ മൊത്തം ആവേശം തന്നെ. അടിപൊളി പടം. തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ വൈബ്. പിന്നെ ഫഹദ് ഫാസിൽ മോനെ സീൻ ഒന്നും പറയാല്ല. പക്ക രോമാഞ്ചം വൈബ്. വേറെ ലെവൽ പടം. ജിത്തു വാദനൊക്കെ സീനായിരുന്നു. നൈസായിരുന്നു. ഇത്രയൊക്കെ നൈസ് ആയിരുന്നു. എല്ലാവരും വേറെ ലെവൽ. ഒന്നും പറയാല്ല. വൈബ് പടം. ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നമുക്ക് യൂത്തിന്റെ പൾസ് അറിഞ്ഞ് ചെയ്ത പടമാണ്. സെറ്റ് പടം. അടിച്ച് പൊളിച്ച്. ഡയലോഗ് സീനായിരുന്നു. തുടക്കം ഞാൻ നമുക്ക് ആ ഒരു വൈബിൽ നമ്മളങ്ങ് പോകും. നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് പോയിട്ട് ഫുൾ വൈബായിരുന്നു. അടിപൊളി അല്ലേ? അടിപൊളി സൂപ്പർ സൂപ്പർ. തകർക്കും. പൊളി. അത് മാത്രമേ ഉള്ളൂ അഴിഞ്ഞാട്ടം. പക്ഷെ സൂപ്പർ അടിപൊളി സൂപ്പർ. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. മാസുണ്ട്, കോമഡി ഉണ്ട്, നല്ല ചിരിക്കാം. അടിപൊളി സൂപ്പർ. അടിപൊളി പടം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി പടം. തകർത്തിട്ടുണ്ട്. എടുത്തു പറയാൻ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന വരത്തില്ല. പക്ഷെ വളരെ നല്ലൊരു പടമാണ്. വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പടം. അടിപൊളി പടം. സെറ്റാണ്. ഫുൾ എന്റർടൈൻമെന്റ് പടമാണ്. പടം ഓവറോൾ ഇഷ്ടപ്പെട്ടു. സുഷിന്റെ സോങ് നല്ലപോലെ ഏറ്റിട്ടുണ്ട്. അടിപൊളിയാണ്. മോനെ സൂപ്പർ പടം കേട്ടോ. ഒരു രക്ഷയില്ല. ഉഗ്രം പടം വെച്ചാൽ ഉഗ്രം പടം. ഒരു രക്ഷയില്ല. ഫഹദ് ഫാസിൽ മാസ് ഒരു രക്ഷയില്ല വെച്ചാൽ ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. പടം അടിപൊളി പടം. അത് കലക്കിയിട്ടുണ്ട്. നൈസ് പടം. അടുത്ത 100 കോടി ഉറപ്പിച്ച്. അത് തന്നെ കത്തി നിൽക്കണം. സീൻ പടം. പിന്നെ സുശീന്റെ ബീജും വൺ സീൻ പാട്ടൊക്കെ വിഷയം എല്ലാം പാട്ട് കിടിലം പടം. ആവേശം. സൂപ്പർ പടം. ഫുൾ എന്റർടൈനർ ആണ്. കുറെ നാളെ മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു പടം കണ്ടിട്ട് കിടിലം പടമാണ്. ഒരു രക്ഷയില്ല. സൂപ്പർ. അഴിഞ്ഞാട്ടം. സജിൻ ഗോപു. സിനിമ സൂപ്പർ. ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. നല്ല കംപ്ലീറ്റ് എന്റർടൈനർ പാക്കേജ്. ഇഷ്ടപ്പെടും. ഒന്നും പറയാല്ല. സെറ്റ്. ഫഹദ് ഫാസിൽ കസറി. ഒരു രക്ഷയില്ല. കിടിലം. ഫൈറ്റൊക്കെ മപ്പ്. രംഗണ്ണ കിടിലം.